ജ്യോതിഷമെന്ന മഹാസാഗരത്തിലെ 27 മുത്തുകളിൽ ഏറ്റവും തിളക്കമേറിയതും എന്നാൽ ഏറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതുമായ ഒന്നാണ് ആയില്യം നക്ഷത്രം. ആകാശഗംഗയിലെ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ സർപ്പനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയില്യം അതിന്റെ സവിശേഷമായ ഊർജം കൊണ്ടും സ്വഭാവ പ്രത്യേകതകൾ കൊണ്ടും എന്നും മനുഷ്യരിൽ കൗതുകവും ഒരല്പം ഭയവും ജനിപ്പിച്ചിട്ടുണ്ട്. കർക്കടക രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ചന്ദ്രന്റെ രാശിയിൽ ബുധന്റെ നക്ഷത്രം വരുന്ന ഈ അപൂർവ സംഗമം ആയില്യം നക്ഷത്രക്കാർക്ക് നൽകുന്നത് സങ്കീർണവും എന്നാൽ അത്യന്തം ആകർഷകവുമായ ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ പഴഞ്ചൊല്ലുകളിലും നാട്ടറിവുകളിലും ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പലവിധത്തിലുള്ള പരാമർശങ്ങൾ കാണാം. ആയില്യം നക്ഷത്രം അമ്മായിയമ്മയ്ക്ക് ആകാത്തതാണ് എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നും സമൂഹത്തിന്റെ ചില കോണുകളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആയില്യം എന്നത് അങ്ങേയറ്റം സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും നക്ഷത്രമാണ്. ഒരു സർപ്പൻ തന്റെ രത്നത്തെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളവരാണ് ഇക്കൂട്ടർ. സർപ്പമാണ് ആയില്യത്തിന്റെ ചിഹ്നം. സർപ്പങ്ങൾ ജ്ഞാനത്തിന്റെയും കുണ്ടലിനി ശക്തിയുടെയും പ്രതീകമായാണ് പുരാണങ്ങളിൽ അറിയപ്പെടുന്നത്. ആഴത്തിലുള്ള ചിന്താശേഷിയും മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയാത്ത മനസ്സിന്റെ ആഴങ്ങളും ആയില്യം നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ്. മറ്റൊരു നക്ഷത്രത്തിനുമില്ലാത്ത ഒരു കാന്തിക വലയം ആയില്യം നക്ഷത്രക്കാർക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവർ അല്പം ഗൗരവക്കാരായോ ഉൾവലിഞ്ഞവരോ ആയി തോന്നാം. എന്നാൽ ഒരു കടൽ പോലെ ശാന്തമായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ അറിവിന്റെയും വികാരങ്ങളുടെയും വൻ തിരമാലകൾ ഇവർ സൂക്ഷിക്കുന്നു. ബുധൻ എന്ന ബുദ്ധിയുടെ ഗ്രഹം ഇവരെ നയിക്കുന്നത് കൊണ്ട് തന്നെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയം വരിക്കാൻ ഇവർക്ക് കഴിയും. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കാനും കാര്യങ്ങൾ തങ്ങൾക്കനുകൂലമാക്കി മാറ്റിയെടുക്കാനും ഇവർക്കുള്ള കഴിവ് അസാമാന്യമാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. അവബോധം അഥവാ സിക്സ്ത് സെൻസ് ഇവരിൽ വളരെ കൂടുതലായിരിക്കും. വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയാനും മനുഷ്യരുടെ മുഖഭാവങ്ങളിൽ നിന്ന് അവരുടെ മനസ്സ് വായിക്കാനും ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട്. അതുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെടുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. അതേസമയം ആരെങ്കിലും തങ്ങളെ ചതിച്ചാൽ അത് മറക്കാനോ പൊറുക്കാനോ ഇവർ തയ്യാറാവുകയുമില്ല. സർപ്പത്തിന്റെ പക എന്നൊക്കെ പറയുന്നത് പോലെ ആയില്യം നക്ഷത്രക്കാരുടെ ശത്രുത അല്പം ഗൗരവമേറിയതാണ്. പക്ഷേ അർഹിക്കുന്നവർക്ക് ഇവർ നൽകുന്ന സ്നേഹം അതിരുകളില്ലാത്തതായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെയാണ്. എന്തിനാണ് ആയില്യം നക്ഷത്രക്കാർ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത്? അവരുടെ യഥാർത്ഥ ശക്തി എന്താണ്? ദാമ്പത്യത്തിലും തൊഴിലിലും വ്യക്തിജീവിതത്തിലും ആയില്യം നക്ഷത്രക്കാർ എങ്ങനെ ശോഭിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ ആയില്യം എന്ന നക്ഷത്രത്തിന്റെ ചൈതന്യത്തെയും ജന്മസിദ്ധമായ ഗുണങ്ങളെയും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. സർപ്പത്തെ പോലെ ജാഗ്രതയുള്ള ബുധനെ പോലെ ബുദ്ധിയുള്ള ആയില്യം നക്ഷത്രക്കാരുടെ ലോകത്തേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ആയില്യം നക്ഷത്രത്തിന്റെ ചിഹ്നം ചുരുണ്ടു കിടക്കുന്ന പാമ്പാണ്. ഇത് കുണ്ടലിനി ശക്തിയെയും ആഴത്തിലുള്ള ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. പാമ്പിനെ പോലെ തന്നെ അതീവ ജാഗ്രതയുള്ളവരും എന്നാൽ ശാന്തപ്രകൃതക്കാരുമാണ് ഇവർ. ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിൽ ഇവർ അസാമാന്യ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ബുധൻ അധിപനായതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആയില്യം നക്ഷത്രക്കാർ ജന്മനാ തന്നെ മികച്ച ബുദ്ധിശക്തിയുള്ളവരാണ്. ഏത് സങ്കീർണമായ പ്രശ്നങ്ങളെയും വളരെ ലളിതമായി വിശകലനം ചെയ്യാനും പരിഹാരം കണ്ടെത്താനും ഇവർക്ക് കഴിയും. കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കാണാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നേരായ വഴിക്ക് നടന്നാൽ കാര്യം നടക്കില്ല എന്ന് തോന്നുമ്പോൾ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ലക്ഷ്യം കൈവരിക്കാൻ ഇവർ മടിക്കില്ല. രാഷ്ട്രീയത്തിലും ഭരണനിർവഹണത്തിലും ഇവർ ശോഭിക്കാൻ കാരണവും ഈ തന്ത്രജ്ഞതയാണ്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. സ്വന്തം തന്ത്രങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ. ആയില്യം നക്ഷത്രക്കാരുടെ മനസ്സ് വായിക്കുക എന്നത് പ്രയാസകരമാണ്. തങ്ങളുടെ ലക്ഷ്യങ്ങളും പ്ലാനുകളും മറ്റുള്ളവരിൽ നിന്ന് രഹസ്യമായി വെക്കാൻ ഇവർ താല്പര്യപ്പെടുന്നു. ഈ നിഗൂഢത പലപ്പോഴും മറ്റുള്ളവരിൽ ഇവർക്കെതിരെ സംശയങ്ങൾ ജനിപ്പിക്കാറുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ള ചില ഗുണങ്ങൾ നോക്കുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. ഇത് അവരെ വഞ്ചനകളിൽ നിന്ന് രക്ഷിക്കുന്നു. വാക്കുകൾ കൊണ്ട് മാന്ത്രികത തീർക്കാൻ ഇവർക്ക് കഴിയും. സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കാനും മറ്റുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട്. ഒരു കൂട്ടത്തെ നയിക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മനാ ലഭിക്കുന്നതാണ്. എങ്കിലും ഇവർ അധികവും കിങ് മേക്കർ റോളിലായിരിക്കും തിളങ്ങുക. പിന്നിൽ നിന്ന് ചരട് വലിക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. തങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറാകും. എന്നാൽ ഒരിക്കൽ വിശ്വാസം തകർന്നാൽ പിന്നീട് അവരുമായി യാതൊരു ബന്ധവും പുലർത്തുകയുമില്ല. ഏതൊരു സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ ഇവർക്ക് സാധിക്കും. പ്രതിസന്ധികളിൽ തളരാതെ പുതിയ വഴികൾ കണ്ടെത്താൻ ഇവർ മിടുക്കരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായ ജോലികളോടാണ് കൂടുതൽ ആഭിമുഖ്യം. നിയമം, രാഷ്ട്രീയം, ശാസ്ത്ര ഗവേഷണം, ചാരപ്രവർത്തനം, അധ്യാപനം, എഴുത്ത്, ബിസിനസ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. ഔഷധ വിജ്ഞാനത്തിലും വൈദ്യശാസ്ത്രത്തിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകാറുണ്ട്. സാമ്പത്തികമായി ഇവർ ഉയർച്ച താഴ്ചകൾ നേരിടാമെങ്കിലും പൊതുവെ സുരക്ഷിതമായ ഒരു നിലയിൽ ഇവർ എത്തും. സമ്പാദിക്കുന്നതിനേക്കാൾ
അത് കൃത്യമായി നിക്ഷേപിക്കുന്നതിൽ ഇവർ ശ്രദ്ധിക്കും. കുടുംബത്തോടും മാതാപിതാക്കളോടും ആഴത്തിലുള്ള സ്നേഹം ഇവർ വച്ചു പുലർത്തുന്നു. പ്രത്യേകിച്ച് അമ്മയുമായി ഇവർക്ക് വലിയ മാനസിക അടുപ്പമുണ്ടാകും. പങ്കാളിയെ അമിതമായി നിയന്ത്രിക്കാനുള്ള പ്രവണത ഇവർ കാട്ടിയേക്കാം. ഇത് പലപ്പോഴും ദാമ്പത്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ പങ്കാളിക്ക് പൂർണ്ണ സംരക്ഷണവും സ്നേഹവും നൽകുന്ന കാര്യത്തിൽ ഇവർ മുന്നിലായിരിക്കും. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഇവർക്കുണ്ടാകൂ. എങ്കിലും ആ സൗഹൃദങ്ങൾ അങ്ങേയറ്റം ദൃഢമായിരിക്കും. ഏതൊരു നാളിനും എന്നതുപോലെ ആയില്യം നക്ഷത്രത്തിനും ചില പോരായ്മകളുണ്ട്. ഇവ തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാം. മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള പ്രയാസം പലപ്പോഴും ഇവരെ ഒറ്റപ്പെടുത്തിയേക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ്. എന്നാൽ അത് പെട്ടെന്ന് തന്നെ ആറുകയും ചെയ്യും. സ്വന്തം ബുദ്ധിശക്തികളിൽ ഇവർക്ക് അമിതമായ അഭിമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ഇടയാക്കരുത്. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാനാണെങ്കിലും വായു സംബന്ധമായ അസുഖങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, സന്ധിവേദന എന്നിവ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട്. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് ചെറിയ മാറ്റങ്ങൾ കണ്ടുവരുന്നു. ധനു നവാംശത്തിൽ ഉൾപ്പെട്ട ആയില്യം 1-ാം പാദക്കാർ അറിവിനോടും അഭിനിവേശത്തോടും ആത്മീയ താല്പര്യവും കൂടുതലുള്ളവരായിരിക്കും. മകരം നവാംശത്തിൽ ഉൾപ്പെട്ട ആയില്യം 2-ാം പാദക്കാർ ലക്ഷ്യബോധമുള്ളവരും കഠിനാധ്വാനികളുമായിരിക്കും. ബിസിനസ്സിൽ ഇവർ ശോഭിക്കും. കുംഭം നവാംശത്തിൽ ഉൾപ്പെട്ട ആയില്യം 3-ാം പാദക്കാർ മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്നവരും സാമൂഹിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. മീനം നവാംശത്തിൽ ഉൾപ്പെട്ട ആയില്യം 4-ാം പാദക്കാർ വളരെ സെൻസിറ്റീവായ പ്രകൃതക്കാരായിരിക്കും. ഇവർ കലകളിലും സാഹിത്യത്തിലും താല്പര്യം കാണിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് സർപ്പദോഷം വരാൻ സാധ്യതയുള്ളതിനാൽ സർപ്പപ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. മണ്ണാറശാല പോലുള്ള നാഗരാജ ക്ഷേത്രങ്ങളിൽ ആയില്യം നാളിൽ തൊഴുന്നത് ഗുണകരമാണ്. ബുധന്റെ പ്രീതിക്കായി ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് ഭാഗ്യം നൽകും. ശിവനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ബുധപ്രീതിക്ക് നല്ലതാണ്. ബുധന്റെ രത്നമായ മരതകം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സംശയ സ്വഭാവവും കോപവും നിയന്ത്രിക്കാൻ പരിശീലിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. തങ്ങളുടെ അപാരമായ ഗ്രഹണശക്തിയെയും ബുദ്ധിയെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക. ആയില്യം നക്ഷത്രം ഒരേ സമയം ജ്ഞാനത്തിന്റെയും നിഗൂഢതയുടെയും പ്രതീകമാണ്. മൂർച്ചയേറിയ ബുദ്ധിയും ആഴത്തിലുള്ള ഗ്രഹണശക്തിയും ശക്തമായ ഇൻഡ്യൂഷനും ഈ നക്ഷത്രക്കാരുടെ വരദാനമാണ്. എന്നാൽ അതേ ശക്തികൾ തന്നെ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്കൊരു ശാപമായി മാറാനും സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രം എന്നത് ശക്തിയുടെയും ബുദ്ധിയുടെയും സംഗമമാണ്. ഒരു സർപ്പത്തെ പോലെ ശാന്തമായിരിക്കാനും എന്നാൽ ആവശ്യമുള്ളപ്പോൾ തന്റെ സർവ്വകരുത്തും പുറത്തെടുക്കാനും ഇവർക്ക് കഴിയും. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാവശ്യ ഭയങ്ങളെ അവഗണിച്ച് സ്വന്തം കഴിവുകളെ ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ ആയില്യം നക്ഷത്രക്കാർക്ക് ലോകം ആദരിക്കുന്ന വ്യക്തികളായി മാറാൻ സാധിക്കും. നിഗൂഢതകളെ വിവേകം കൊണ്ട് കീഴടക്കുന്നവരാണ് ആയില്യക്കാർ. നിങ്ങളുടെ ചുറ്റുമുള്ള ആയില്യം നക്ഷത്രക്കാരെ അടുത്തറിഞ്ഞാൽ അവരെക്കാൾ വിശ്വസ്തരായ സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രയാസമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവരിലെ ജന്മസിദ്ധമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ അവർ കുടുംബത്തിനും സമൂഹത്തിനും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും.